നമ്മൾ കാസർഗോഡാണ്. കാസർഗോഡ് കാവുഗോളി കടപ്പുറം, അവിടെ കടൽക്ഷോഭം രൂക്ഷമാണെന്നാണ് വിവരങ്ങൾ. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് കാവുകോടി കടപ്പുറത്താണ്. നഗരപ്രദേശവുമായൊക്കെ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു തീരദേശ മേഖലയാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ കടൽ ശാന്തമാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ കടലാക്രമണത്തിന്റെ ബാക്കിപത്രം എന്നുള്ള രീതിയിൽ തന്നെ വലിയ രീതിയിലുണ്ടായ ഒരു തകർച്ച ഇവിടെ റോഡിനടക്കം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾക്ക് പറയുകയാണെങ്കിൽ പണ്ട് കൊച്ചിയിൽ ചെല്ലാനത്തൊക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ വർഷങ്ങളിൽ കടലാക്രമണം ഉണ്ടാവുകയും പിന്നീട് തീരശോഷണവും ഉണ്ടാവുകയും ചെയ്തൊരു മേഖലയാണ് ഇത്. എന്നാൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുണ്ടായ ഒരു ഇടപെടലും ഉണ്ടായില്ല. ജിയോ ബാഗുകൾ ഉപയോഗിച്ചായിരുന്നു ഇവിടെ താൽക്കാലികമായി ഈ രീതിയിൽ കടലാക്രമണത്തെ അല്ലെങ്കിൽ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാനുണ്ടായ ഒരു സംവിധാനമൊക്കെ തന്നെ ഒരുക്കിയത്. എന്നാൽ ആ ജിയോ ബാഗുകൾ പോലും കടലിൽ ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു റോഡ്, വലിയ റോഡ്, മീറ്ററുകളോളം കിടക്കുന്ന റോഡ് ഇപ്പോൾ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നമുക്ക് തൊട്ടരികിലെ കുറ്റിക്കാടുകൾ പോലെ കാണുന്ന ഒരു മേഖലയൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ റോഡ് തകർന്നതാണ്. എന്നാൽ ഇതുവരെയും പകരം ഒരു റോഡ് സംവിധാനം ഇവിടെ ആർക്കും ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, വലിയ പ്രയാസമല്ലേ പുറത്തേക്കൊക്കെ പോകാൻ? അതെ, പോവാൻ റോഡ് ഏക മാത്രമേ ഉണ്ടെങ്കിൽ റോഡ് നമുക്ക് ഒരു എന്തെങ്കിലും സംഭവിച്ച വ്യക്തികൾക്ക് കൊണ്ടുപോകുന്ന ഒരു റോഡാണ്. ഇപ്പോൾ ഗ്യാസിൻ്റെ സൗകര്യം ഇപ്പോൾ എത്തുന്നില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. കടൽ ഭിത്തി ഇല്ലാത്ത പ്രശ്നമുണ്ട് ഇത് കടൽ കയറിയിട്ട് വന്നത്. നമുക്ക് റോഡ് പോയത് കടൽ ഭിത്തി ഇല്ലാതെ പ്രശ്നം. അത് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാവണം പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിൽ 2 പ്രാവശ്യം പരാതി കൊടുത്തു. ഇത് സംഭവിക്കുന്ന തൊട്ട തീയതി തന്നെ പോയിട്ട് കൊടുത്തിരുന്നു. അതല്ലാതെ PWDക്ക് കൊടുത്തു, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കൊടുത്തിട്ടുണ്ട്, ഒരു നടപടിയും വന്നിട്ടില്ല. ടെട്രാപോഡ് പോലുള്ള സംവിധാനമാണല്ലേ നാടിന്റെ ആവശ്യം? അതെ, ടെട്രാപോഡ് സംവിധാനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ താത്കാലിക ഈ ജിയോ ബാഗ് ഇട്ടിട്ടിരുന്നു, അങ്ങനെ പറഞ്ഞത്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഈ നാടിനോട് ഇങ്ങനെ ഒരു അവഗണന? കടൽ വ്യക്തി ഇപ്പോൾ കല്ലിട്ടെങ്കിൽ പ്രശ്നം തീർക്കും കുറച്ച്. അപ്പോൾ ഇവിടെ അന്ന് കഴിഞ്ഞാൽ ഇവിടെ കളിക്കുകയല്ലേ, പിന്നെ കജ്ജി ബാഗ് കുറച്ച് ജസ്റ്റ് അഡ്ഡ ഇട്ടല്ലോ, ഇങ്ങനെ അഡ്ഡ ഇടാൻ കാലം ഇപ്പോൾ ഉൾട്ടിട്ടില്ല. ഈ കുത്തിട്ടാൻ കുറച്ച് ഇതായിട്ട് പിന്നെ അതിൽ അവിടെ കല്ലുണ്ടല്ലോ, അതിലേക്ക് മുട്ടിക്കണം. അപ്പോൾ കുറച്ച് സേഫ്റ്റി ആവും റോഡ്, ഇല്ലെങ്കിൽ എല്ലാം പോകും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ അപഹാസ്യമായി കിടക്കുന്നൊരു ബോർഡുണ്ട് മോത്തി, അത് ഞാൻ കാണിച്ചു തരാം. PWDയുടെ ബോർഡാണ്. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നതാണ് ഈ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങളെ കാഴ്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ഭരണാധികാരികൾ എന്ന് തന്നെ നമുക്ക് വലിയ പ്രയാസമാണ്. ഇവരുടെ തീരുമാനമൊന്നും മനസ്സിലാവുന്നില്ല. ജനങ്ങൾ എന്നത് പൊതുജനങ്ങൾ മാത്രമാണോ? ഈ നമുക്കൊക്കെ സേവനം ചെയ്യേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവരും ഈ ജനങ്ങളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികളാണ് എന്നത് ഇവരൊക്കെ മറന്നു പോകുന്നു. പൊതുജനങ്ങൾ മാത്രമാണ് ജനങ്ങൾ, അവരാണ് ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നത് മാത്രമാണ് ഇവർ അർത്ഥമാക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. സാരംഗെ, ഏതായാലും കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ്. കാസർഗോഡ് ഈ കാവുഗോളി എന്ന തീരത്ത് നിന്നുകൊണ്ടാണ് സാരംഗി വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ കടലും കഴിഞ്ഞ്, തീരവും കഴിഞ്ഞ്, റോഡും കഴിഞ്ഞ് തൊട്ടടുത്ത പറമ്പിലേക്ക് വരെ കടലെത്തുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ടെട്രാപോഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഇപ്പോൾ കാസർഗോഡിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തീരദേശ മേഖലയിലാണ് ഇപ്പോൾ കടൽക്ഷോഭം രൂക്ഷമായി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ദുരിതമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്.